ലച്ചേ, അതെ ഞാൻ വിചാരിച്ച് ഇതൊക്കെ ചൂടൊപ്പം പോലെ വിറ്റുപോകും. ഇത്രയും സാരി എടുത്ത് കൂട്ടിയിട്ട് ആകപ്പാട് വിറ്റുപോയത് 2 സാരി, അതും കുടുംബക്കാർക്ക്. അതിന്റെ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. ശാർക്കരയുള്ള എൻ്റെ ഒരു കുഞ്ഞമ്മയും കുഞ്ഞമ്മയുടെ മോളും എൻ്റെ അടുത്ത് 2 സാരി ചോദിച്ചിട്ടുണ്ട്. പൈസ പിന്നെ തരാന്നാണ് അവര് പറഞ്ഞത്. എന്റെ പൊന്നമ്മായി കുടുംബക്കാരൊന്നും അടുപ്പിക്കരുത് കേട്ടാ, അനുഭവം ഗുരു. അത് മാത്രല്ല, പൈസ തന്നിട്ട് ഇനി സാരിയൊക്കെ കൊടുത്താൽ മതി. ആഹാ, എന്തായി? ചൂടപ്പം പോലെ സാരി ഇപ്പൊ വിറ്റങ്ങ് പോകുന്നു തള്ളുവായിരുന്നല്ലോ. വിറ്റ് പോയോ? പോവും കൊറേ വിറ്റ് പോവും. കൺമുമ്പിൽ ഇറങ്ങി പോയേ. നമ്മുടെ പേരിലായി കുറ്റം. ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്കേ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. അതെ, ഞാൻ ഒരു മാർഗം പറയട്ടോ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ സാരി എല്ലാം ഇവിടെ കെട്ടിപ്പറക്കി എന്റെ എത്താ. ഞാൻ ആ ഫുട്പാത്ത് വല്ലതും കൊണ്ടുപോയിട്ട് വിൽക്കാം. എന്നിട്ട് 5-10 വല്ലതും കിട്ടുമ്പോ കൊണ്ടുവന്ന് തരാം. എനിക്കാണെങ്കിൽ പച്ചക്കറിയൊക്കെ റോട്ടിയിട്ട് വിറ്റ് നല്ല പരിചയം ഉണ്ടല്ലോ. കേശുവേ, ശവത്തി കുത്തല്ലേടാ. എടാ 2 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ചെലവാക്കിയിരിക്കണത്. ഇനിയും 65,000 രൂപ കൊടുക്കാനുണ്ട്. അതെ, അവരെ നീ സ്റ്റോക്ക് തിരിച്ചെടുക്കൂ? ഇനി തിരിച്ചെടുക്കൊന്നുമില്ല. അല്ല, ഈ ഓൺലൈൻ സാരി ബിസിനസ് ഒക്കെ ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റി? എടാ അതല്ലേടാ പ്രശ്നം. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാ ഈ കാലഘട്ടത്തില് എല്ലാവരുടെ വീട്ടിലും ഒരാളെങ്കിലും ഓൺലൈൻ സാരി ബിസിനസ് ചെയ്യണുണ്ട്. അതാ ശാർക്കര എന്നെ നോക്കി നോക്ക്. അവിടെ എനിക്കറിയാവുന്ന ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലും ഒരാളെങ്കിലും ഓൺലൈൻ സാരി ബിസിനസ് ചെയ്യണം. ഫ്രണ്ട്സിനെ വിളിച്ചപ്പോഴേ അവര് നമ്മളുടെ അടുത്ത് ബാർഗെയിൻ ചെയ്യുന്നു, പൈസ കുറച്ച് കൊടുക്കാൻ. അവരുടെയൊക്കെ വിചാരം നമ്മളെന്തോ ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭം കൊയ്യണ പോലെയാ. ഇതാണ് പറയണത്. ഒരു കാര്യത്തിലോട്ട് എടുത്ത് അങ്ങോട്ട് ചാരി കൊടുക്കുമ്പോ പഠിച്ചിട്ട് വേണം ഇറങ്ങാനെന്ന്. നമ്മുടെ അടുത്ത് 5 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പറഞ്ഞെങ്കിലും കൊടുത്തേനെ. നമ്മൾ പറഞ്ഞപ്പോ എന്തായിരുന്നളിയാ? അയ്യോ വേണ്ട, ഞങ്ങൾ മാത്രം അങ്ങ് ചെയ്തോളാം, വിക്കി നോക്കട്ട് ഇങ്ങനെ പോണെന്ന് നമ്മള് പറഞ്ഞപ്പോ നമ്മളെ അങ്ങ് അനുഭവിക്ക്. എന്തോന്നത്? മനുഷ്യന് നടക്കാൻ സ്ഥലമില്ല, എല്ലായിടത്തും സാരി. ഇത് കത്തിച്ചാളണം. അത് പട്ടുസാരിയാണ്, കത്തിച്ചാളാണെന്നാ. ഓ സോറി. ഇല്ലാത്ത പൈസ കടം വാങ്ങിച്ചു കൊടുത്താണ് ഞാൻ. സിദ്ധു ചെലവിന് വേണ്ടി അയച്ചു തന്നോണ്ടിരുന്ന പൈസയെന്ന് ഇസ്കിയാണ് ഈ കാശ് ഉണ്ടാക്കിയത്. അതും പോയി. വേണമെങ്കിലേ നമുക്കിതെല്ലാം കൂടെ മധുരയെ കൊണ്ടുപോയി കച്ചവടം ചെയ്യാം. ബെസ്റ്റ്. അമ്മ ചോക്ക് മലയെ കൊണ്ടുപോയി ആരെങ്കിലും ചോക്ക് വിൽക്കൂ? ഇനി ഇതങ്ങോട്ട് കൊണ്ടുപോയാ ട്രാവൽ എക്സ്പെൻസ് കൂടെ കയ്യിൽ നിന്ന് പോകും. அப்படின்னா வேற ஐடியா சொல்லட்டா? நானும் அம்மாவும் ഓരോ സാരി എടുത്തുக்கிறோம். என்ன சொல்றீங்க? കാശ് ഞാൻ തരാം. അപ്പൊ ആരും സാരി മേടിക്കുന്നില്ലേ? എന്താണെങ്കിലും പറ്റിയത് പറ്റി. എന്നാലും സാരിയൊക്കെ ഇത്രയും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന സമയത്ത് പോലും നമുക്ക് ഒരു കച്ചവടം പോലും ഇല്ലാന്ന് പറയുന്നത് ഭയങ്കര മോശം അല്ലേ? അതല്ലേ പ്രശ്നം. നമ്മളിവിടെ ഈ 8,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കൊക്കെ വിൽക്കുന്ന സാരി പുറത്ത് കടകളിൽ 15,000 20,000 രൂപയ്ക്കാണ്. ആൾക്കാർക്ക് ഈ ഓൺലൈൻ ബിസിനസ് പറയുന്ന സാരി ഒന്നും വേണ്ടെന്നേ. ഇവരൊക്കെ പുറത്ത് വലിയ വലിയ കടകളിലൊക്കെ പോയി സാരി മേടിക്കോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഈ സാരിയൊക്കെ എന്ത് ചെയ്യോ എന്തോ. ചേച്ചി, അവരെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും. എനിക്കറിയാൻ പാടില്ല ഇനി എന്താ ചെയ്യണ്ടേന്ന്. ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടെ? പറഞ്ഞോ, പക്ഷെ ചൊറിയരുത്. ചേച്ചി, നമ്മുടെ കുടുംബത്തിന് ബിസിനസ് പറഞ്ഞിട്ടില്ല. നമ്മൾ എന്തോരം പണി ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അതെല്ലാം പൊളിഞ്ഞിട്ടല്ലേ ഉള്ളൂ. പാറു പറഞ്ഞതിലും കാര്യമുണ്ടേ. ഗൗരി വന്നേ, ഇത് കണ്ടോ?
എന്താടാ ഇത്? എപ്പടി ഇറുക്ക്. എന്തായാലും നിങ്ങൾ ചവറണക്കിന് സാരി ഇവിടെ മേടിച്ച് കൂട്ടി ഇട്ടിട്ടുണ്ടല്ലോ. ഇതെല്ലാം കൂടെ നിങ്ങൾ മാത്രം ഉടുത്തുപയോഗിച്ച് തീർക്കാനാണെങ്കിൽ ഒരുപാട് കൊല്ലങ്ങൾ പിടിക്കും. അതുകൊണ്ട് ഇനി മുതൽ ഞങ്ങളും സാരി ഉടുത്ത് തുടങ്ങാൻ വിചാരിച്ചു.